എഴീക്കാട് നഗറിൽ പ്രളയജലമെത്തി. നിരവധി വീടുകൾ വെള്ളത്തിൽ. നമസ്കാരം. മഴവെള്ളവും മലവെള്ളവും ഒഴുകിയെത്തി. പമ്പാ നദി പെരുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയജലം കയറി തുടങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടികജാതി നഗറായ എഴിക്കാട്ടിലെ 10ഓളം വീടുകളിലാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ വെള്ളം കയറിയത്. തോരാമഴ തുടരുന്നത് കൂടുതൽ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അധികൃതർ ക്യാമ്പ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. എഴീക്കാട് പട്ടികജാതി നഗർ ജില്ലയിലെ 1ാമത്തെയും സംസ്ഥാനത്തെ 2ാമത്തെയും വലിയ പട്ടികജാതി നഗറാണ്. പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറേ അതിരിൽ സ്ഥിതി ചെയ്യുന്നു. 36 ഏക്കർ ചുറ്റളവുള്ള ഈ നഗറിൽ 360 കുടുംബങ്ങളും 1500-ലധികം അന്തേവാസികളുമുണ്ട്. നീർവിളാകം, കോട്ട, പാടശേഖരങ്ങൾ കോളനിയുടെ അതിരുകളാണ്. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ പ്രളയവും ഇവരുടെ ജീവിതത്തെ ബാധിക്കും. കോളനിയും പാടശേഖരവും ചേരുന്ന ഭാഗത്ത് മതില് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുകളിലൂടെയാണ് നിലവിൽ വെള്ളം കയറുന്നത്. സാധാരണ പ്രദേശത്ത് വെള്ളം കയറിയാൽ എഴീക്കാട് ജംഗ്ഷനോട് ചേർന്നുള്ള നഴ്സറി സ്കൂൾ, വല്ലന ഗവൺമെന്റ് SNDP UPS, വല്ലന TKMRM VHSC എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറക്കുക. ഇതിൽ ആദ്യം ക്യാമ്പ് തുറക്കേണ്ട വല്ലന UP സ്കൂളിൽ മതിയായ ശുചിമുറികൾ പോലും ഇല്ലാത്തത് ക്യാമ്പിൽ എത്തുന്നവർക്ക് നരകയാതനയ്ക്കാണ് ഇടയാക്കുന്നത്. ഏതായാലും വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വല്ലന CHCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷോബി രാവിലെ തന്നെ ഇവിടെ എത്തി പകർച്ചവ്യാധി പ്രതിരോധ മരുന്നുകൾ താമസക്കാർക്ക് നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ബിജു വർണ്ണശാല, ശ്രീനി ചാണ്ടിശ്ശേരി എന്നിവർ പ്രദേശവാസികൾക്ക് സഹായഹസ്തവുമായി രംഗത്തുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ മറ്റു വീടുകളിലും വെള്ളം കയറും. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ, വിശ്വാസത്തിന്റെ സുവർണമുദ്ര. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ്. സൂര്യ ടവർ, കോട്ട. ഫോൺ 9446918447. മാർക്കറ്റ് റോഡ്, ചെങ്ങന്നൂർ. ഫോൺ 9188803071.